അത് ബെന്നേട്ടൻ ഒറ്റയ്ക്ക് വരുമ്പോ ഞാൻ ബെന്നേട്ടൻ്റെ അടുത്ത് മാത്രം കോമഡി പറയാം. അപ്പൊ ആ കോമഡി ബെന്നേട്ടൻ കേട്ടിട്ട് എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞോ. അപ്പൊ ബെന്നേട്ടനെ ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചിരിക്കുക. അത് തന്നെ. വാ വാ വാ, നമ്മുടെ ആ പച്ച ഗേറ്റിന്റെ അടുത്ത് വന്നാ മതിയേ. പിന്നെ ചിരിക്കും, ചിരിച്ചു ഊപ്പാട് വരുത്തും. വാ 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 ബെൻ ജോൺസൺ ചേട്ടാ. കേശു എന്ത് കോമഡിയാണോ പറയാൻ പോണ്. നല്ല കോമഡി വെച്ചെങ്കിൽ എല്ലാരോടും പറയണം. കേശു വാ വാ. ബെൻ ജോൺസൺ ചേട്ടാ. ഹലോ കേശു. വേണ്ട കേശു പറ, കോമഡി പറ. കേശുവിന് കോമഡി ആക്കാൻ വേണ്ടി ഞാൻ വന്നത്. കോമഡി ഞാൻ പറയാം, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എവിടെ മെർലിൻ? എവിടെ മെർലിന് ഞാൻ സലൂണിലെടുത്തേക്കാ. അവളോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറ്റിച്ചു പോന്നതാ. പറഞ്ഞിട്ടില്ല. നല്ല കാര്യം. എന്തായാലും സമയം എടുക്കും. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? കോമഡി ആക്കാൻ വന്നേരിക്കും. അതെ അതെ. കേശു പറ, കോമഡി പറ. പറയാം. ബെൻ ജോൺസൺ ചേട്ടനെ മെർലിനെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇഷ്ടം വെച്ചാ കല്യാണം കഴിക്കാനുള്ള ഇഷ്ടം. അതൊക്കെ പണ്ട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഡാഡി അത്ര റിച്ചല്ല അവളുടെ ഡാഡി. അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചു. കേശുവിന്റെ ഒക്കെ പറ, കോടി പറഞ്ഞ കേക്കട്ടെ. നിനക്ക് എന്റെ വീട് കണ്ടിട്ട് പെട്ടിക്കടയായിട്ട് തോന്നിയല്ലേ? പെട്ടിക്കടായിട്ട് തോന്നിട്ടൊന്നുമില്ല, തീപ്പടി കൂടെ ആയിട്ട് തോന്നി. തീപ്പെട്ടി കൂട്? നീ ഇതിനു മുമ്പ് തീപ്പെട്ടി കൂടി താമസിച്ചിട്ടുണ്ടാ? ഐ ആം റിച്ച്. കേസ് കോമഡി പറഞ്ഞാടാ. നിനക്ക് ഞാൻ കോമഡി പറഞ്ഞു തരാടാ. ഇനി നിന്റെ എപ്പോഴെങ്കിലും ഞാൻ മെർലിന്റെ കൂടെ കണ്ടോ പണക്കാരന്റെ പോലെ. ഞാൻ മെർലിനോട് പറയണ പട്ടി. തിരിച്ച് തല്ലിട്ടേലും പോടാ. ഒരടിയെങ്കിലും അവൻ തിരിച്ചടിച്ചായിരുന്നെങ്കിൽ 5-6 റോളം കൊടുക്കാൻ. ഓ, അതിനു മുമ്പ് ന്യൂസ് ഇങ്ങോട്ട് എത്തിയോ? ഓ എത്തി. മെർലിൻ എന്നെ ഇപ്പൊ വിളിച്ചു പറഞ്ഞു. തല്ലി. നിനക്ക് നാണം ഉണ്ടോടാ? ഒരുമാതിരി സ്കൂൾ പിള്ളേരെ പോലെ. ഞാൻ എന്തിനാണ് നാണിക്കണേ? അവൻ ഇനി മെർലിന്റെ പുറകെ നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവൻ 2 കൊടുത്ത്. എന്ന് പറയാൻ തല്ലുവാണ് ചെയ്യേണ്ടത്. തല്ലും. എനിക്ക് മെർലിനായിരുന്നു നോക്കുന്ന ഇഷ്ടമല്ല. അയ്യേ, നാണമില്ലാത്തവൻ. എന്തൊരു നാണമില്ലാത്തവന്ന്? ചേച്ചി എന്തിനു പറയണ? ചേച്ചി അല്ലേ ചേച്ചി പറഞ്ഞേ എന്റെ റിലേഷൻഷിപ്പിന് എന്തോ പ്രശ്നമുണ്ട്, നശിച്ച് കുത്തോളം എടുക്കുക, ഐസ്ക്രീം തേങ്ങന്നൊക്കെ. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുണ്ടോ? അത് സംഭവിച്ചൂടെ? മോശമായി പോയി കേശു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. എന്തോന്ന്? ആ ചെറുക്കൻ ഇനി മെർലിന്റെ മുമ്പിൽ കിടന്ന് കരയും. മെർലിന് ആ ചെറുക്കനോട് സിമ്പതി തോന്നും. അവസാനം ആ സിമ്പതി വർക്കൗട്ടായി അവര് തമ്മിൽ ഇഷ്ടത്തിലാവും. അപ്പൊ നീ ആരാവും? വഴിയാതാരാവും? ചേച്ചി മെർലിന് അങ്ങനൊന്നും ചെയ്യൂല. ചെയ്യില്ല. ഇനി ഉറപ്പായിട്ടും ചെയ്യും. മെർലിൻ കിടന്ന് വിളിക്കുന്നത് ഞാൻ എടുക്കാം. വേണ്ട, എന്റെ ഫോണിലേക്കല്ലേ വിളിച്ചേ, ഞാൻ സംസാരിച്ചോളാം. പറ മെർലിനെ. ഓ, എന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോ എന്താ വേണ്ടേ? താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേശുവിന്റെ അടുത്ത് പറയണം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ അത് പറഞ്ഞോളാം. എന്താ ചേച്ചി? എന്ത് ചേച്ചിന്നാ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട്. ആ കൊച്ചെന്താ പറഞ്ഞെന്നറിയോ? മേലെ നീ ഇനി അവളെ വിളിക്കരുത്, കാണരുത്, സംസാരിക്കരുത്, മെസ്സേജ് അയക്കരുതെന്ന്. ഇതോടെ ബ്രേക്കപ്പ് ആണെന്ന്. കണ്ണൻ രവി ഗ്രൂപ്പ് പ്രസൻസ് വെസ്റ്റ് ഓൺ ഫ്ലവേഴ്സ് അക്കാ പൊന്നുണക്കാഴ്ച 2025.